ഇന്റർപോളിന്റെ വാണ്ടഡ് ക്രിമിനൽ തിരുവനന്തപുരത്തെ പിടിയിൽ. ലിത്വാനിയ സ്വദേശി ബെസ്യാക്കോവാണ് പിടിയിലായത്. കുരക്കണ്ടിയിലെ ഹോം സ്റ്റേയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘത്തിന്റേതാണ് നടപടി. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഇന്റർപോളിന്റെ വാണ്ടഡ് ക്രിമിനലാണ് ഇപ്പോൾ തിരുവനന്തപുരം വർക്കലയിൽ പിടിയിലായിട്ടുള്ളത്. 2022 US സർക്കാർ അനുവദിച്ച ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ഗ്യാരന്റെക്സിന്റെ സഹസ്ഥാപകനെ രാജ്യാന്തര സൈബർ ക്രിമിനൽ സംഘടനകൾക്ക് കോടിക്കണക്കിന് ഡോളർ കള്ളപ്പണം വെളുപ്പിക്കാൻ സൗകര്യമൊരുക്കിയതായിരുന്നു ഇയാൾ ചെയ്ത തെറ്റ്. ഇതിൽ പ്രതിയായിട്ടുള്ള ലിത്വാനിയ സ്വദേശി ബെസ്യാക്കോവ്, 46 വയസ്സുകാരനായ ബെസ്യാക്കോവാണ് ഇന്ന് വർക്കലയിൽ പിടിയിലായിട്ടുള്ളത്. വർക്കലയിലെ കുരക്കണ്ണിയിലെ ഒരു ഹോം സ്റ്റേയിൽ കുടുംബത്തോടൊപ്പം ഉല്ലാസ ജീവിതം നയിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടുന്നത്. ലിത്വാനിയ സ്വദേശിയാണെങ്കിലും ഇന്ന് റഷ്യൻ പൗരത്വമുള്ള റഷ്യയിലെ സ്ഥിരതാമസക്കാരനാണ് ഇയാൾ എന്നുള്ളതും പോലീസ് ഒരു വിവരമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സംഭവം വലിയ വിവാദമായിരുന്നു. മാത്രമല്ല, ഇത് ഈ രാജ്യാന്തര ഈ കറൻസി മാറ്റവുമായി ബന്ധപ്പെട്ടടക്കം വലിയ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് വഴിവെച്ച ഒരു സംഭവമായിരുന്നു. ഏതായാലും ഇയാൾക്കെതിരെ ഡൽഹി ഈ പാട്ടിയാല കോടതി ഒരു വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ പിടികൂടിയിട്ടുള്ള പ്രതിയെ വർക്കല കോടതിയിൽ പോലീസ്, ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വർക്കല പോലീസ് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടർ നടപടികൾക്ക് ശേഷം മാർച്ച് 14 പ്രതിയെ ഡൽഹിയിലെ പാട്ടിയാല കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് വിവരം നൽകുന്നുണ്ട്. ഏതായാലും ഈ ഗ്യാരന്റെക്സിന്റെ പ്രാഥമിക സാങ്കേതിക അഡ്മിനിസ്ട്രേറ്റീവ് ആയിരുന്നു ബെസ്യാക്കോവെന്നും നിർണായകമായ ഗ്യാരന്റെക്സിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നേടുന്നതിനും പരിപാലിക്കുന്നതിനും ഇയാൾ ഇടപാടുകൾ അവലോകനം ചെയ്യുന്നതിനും അടക്കം ഇയാൾ ഉത്തരവാദിയാണെന്നും നേരത്തെ അന്താരാഷ്ട്ര സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരുന്നു. ഏതായാലും വലിയ ചർച്ചയായ ഒരു വിഷയത്തിലെ പ്രതിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.